ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് അമ്മയെയും മൂത്ത സഹോദരനെയും കാണാനില്ല എന്ന് സഹോദരി പരാതി കൊടുത്തു. കഴിഞ്ഞ 10-25 ദിവസമായിട്ട് അവരെ കാണാനില്ല. പോലീസ് അവരുടെ വീട്ടിൽ വന്നു പോയപ്പോൾ ഇളയ മകൻ വീട്ടിലുണ്ട്. സജി പോലീസിനെ കണ്ടുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഒരു ക്രൂരമായ കൊലപാതകം ആ വീട്ടിൽ വെച്ച് നടന്നിരിക്കുന്നു. 70 വയസ്സുള്ള മേരിക്കുട്ടിയും മൂത്ത മകൻ റെജിയും ഇളയ മകൻ സജിയും ഒന്നിച്ചാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അമ്മയ്ക്ക് 70 വയസ്സുണ്ട്, മൂത്ത മകന് 48 വയസ്സുണ്ട്, ഇളയ മകൻ സജിക്കും 40 വയസ്സുണ്ട്. പോലീസിന് സംശയം വന്നത് പോലീസിനെ കണ്ടത് ഇയാൾ ഇറങ്ങി ഓടിയത് കൊണ്ടാണ്. പോലീസ് പരിസരം പരിശോധിച്ചപ്പോൾ വലിയൊരു കുഴി കണ്ടു, മൂടിയിരിക്കുന്നതായിട്ട് കണ്ടു. അത് അല്പം മാറ്റി നോക്കിയപ്പോൾ ഒരു പാൻറ്റും ഒരു കാലും കണ്ടു. അതിക്രൂരമായ ഒരു കൊലപാതകം അമ്മയും മൂത്ത ജ്യേഷ്ഠനെയും ഇളയ മകൻ നടത്തി കുഴിച്ചിട്ടിട്ട് പോയി എന്നാണ് മനസ്സിലാകുന്നത്. ഇടുക്കി SP സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഫോറൻസിക് സംഘങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മൃതദേഹം 2 പേരെ ഉണ്ടെന്ന് ഇപ്പം കണ്ടെത്തിക്കഴിഞ്ഞു. മേരിക്കുട്ടിയുടെയും മൂത്ത ആള് റിച്ചിയുടെയും മൃതദേഹങ്ങളാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-25 ദിവസമായിട്ട് ഇവരെ കാണാനില്ല 2 പേരെയും എന്ന് അയൽവക്കത്തുള്ളവർ പറയുകയുണ്ടായി. സഹോദരിയെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്ന സഹോദരി പല പ്രാവശ്യം അമ്മയും ജ്യേഷ്ഠനെയും ഇളയ സഹോദരനെയും വിളിച്ചിട്ട് അവർ ആരും ഫോൺ എടുക്കുന്നില്ല. അത് സജിയെ വിളിക്കുമ്പം സജി ചില അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിവുകളൊക്കെ പറയാൻ തുടങ്ങി. എന്തായാലും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ വന്നത്. അതിക്രൂരമായ കൊലപാതകം നടത്തി 2 പേരെയും മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ പരിസരത്ത് കൃഷി ചെയ്താണ് അവർ ഉപജീവനം നടത്തുന്നതെന്ന് തോന്നുന്നു. 2 മക്കളും വിവാഹം കഴിച്ചിട്ടില്ല, അമ്മയായിട്ട് താമസമാണ്. ഒരു സഹോദരിയെ വിവാഹം കഴിച്ച് രാജു എന്നൊരാളാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരവിടുന്ന് മാറി നെടുങ്കണ്ടത്തിൻ്റെ അവിടുന്ന് മാറിയാണ് താമസിക്കുന്നത്. സഹോദരിക്ക് സംശയം തോന്നിയപ്പോഴാണ് സഹോദരി പോലീസിൽ പരാതിപ്പെട്ടത്. ഈ പച്ചടി എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പച്ചടിയിലെ ഇവരുടെ വീടിൻ്റെ പരിസരത്തുള്ളവർ പലരും അമ്മയും മൂത്തയാളെയും കുറേ ദിവസങ്ങളായിട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 9-ാം തീയതി മുതൽ ഇവരെ കാണാനില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അപ്പോൾ അന്ന് തന്നെ കൊലപാതകം നടന്നിരിക്കാം. ആ 2 പേരെയും കുഴിയെടുത്ത് കുഴിച്ചിട്ടിരിക്കാം. എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നിതുവരെ മനസ്സിലാകുന്നില്ല. എങ്കിലും ഇളയ സഹോദരി പറയുന്നത് ജ്യേഷ്ഠനും അനിയനും തമ്മിൽ നിത്യം വഴക്കുണ്ടാക്കുമായിരുന്നു വീട്ടിൽ. അതെന്ത് കാര്യത്തിനാണെന്ന് ഇതുവരെ വെളിയിലായിട്ടില്ല. അവർ നിത്യമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. അതിൻ്റെ പരിണിത ഫലമായിരിക്കണം അമ്മയെയും മൂത്ത ജ്യേഷ്ഠനെയും ഇളയവൻ കൊന്ന് കുഴിച്ചു മൂടിയത് എന്നാണ് വരുന്ന വാർത്തകൾ. ഈ ആൾ എങ്ങോട്ട് ഓടിപ്പോയി, ഏത് ഭാഗത്തേക്ക് പോയി, അയാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസ് അയാളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം അവിടെ നടക്കണം. മൃതദേഹം മാന്തിയെടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. ഏതായാലും മൃതദേഹത്തിലെ ആളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. DNA ചെയ്യേണ്ടി വരും. 10-25 ദിവസം മണ്ണിനടിയിൽ കിടന്നതാണ്. അതുകൊണ്ട് DK ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുവാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സ്കെലിറ്റനും അഴുകിയ മൃതദേഹം കൊണ്ടുപോകാനും 2 പേരുടെയാണ് ഒരേ കുഴിയിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതേ സ്പോട്ടിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഫോറൻസിക് സംഘങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സയൻസുകാരും എത്തിയിട്ടുണ്ട്. ഡോസ് കോഡൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും എല്ലാം സ്ഥലത്തുണ്ട്. 2 മൃതദേഹം ആ കുഴിയിൽ നിന്ന് ഇനി പുറത്തെടുക്കണം. അത് ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഇന്ന് നടക്കുന്നെങ്കിലേ പുറത്തെടുക്കൂ. നാളെയാണ് നടക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നാളെ എടുക്കാൻ സാധ്യതയുള്ളൂ. ഏതായാലും വലിയൊരു പ്രോസസ്സ് അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. 2 പേരുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അവരെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ വസ്ത്രങ്ങൾ ആ ശരീരത്തിലുണ്ടെങ്കിൽ ചിലപ്പം തിരിച്ചറിയാൻ സാധിച്ചേക്കും.
മൂത്ത ആൾ റെജിയുടെ പാൻറ്റും ഒരു കാലും മണ്ണ് മാറ്റിയപ്പം കണ്ടു എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവണം രണ്ടുപേരും. അങ്ങനെ ആ വസ്ത്രം കൊണ്ട് ആളെ തിരിച്ചറിയാൻ സാധിക്കും. എങ്കിലും DNA പരിശോധനയും കൂടെ നടത്തേണ്ടി വരും. എന്തിനാണ് ഈ വഴക്കുണ്ടായി അല്ലെങ്കിൽ ഇളയ പയ്യൻ അല്ലെങ്കിൽ ഇളയ മകൻ ജ്യേഷ്ഠനെയും അമ്മയും കൊന്നതെന്ന് ഇപ്പം വ്യക്തമല്ല. നിരന്തരം വഴക്കുണ്ടാക്കുന്നു എന്ന് അയൽവക്കക്കാരും അതോടൊപ്പം തന്നെ സഹോദരിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ അവസാനം പരിണിത ഫലത്തിലായിരിക്കാം ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. ചിലപ്പോൾ ഇത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കാം നടത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും കൊല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊലപാതകം ആയിരിക്കണം. അവർ പോലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. രാത്രിയിലാകാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീടിനി പരിശോധിക്കണം, അവർ കിടന്ന കട്ടിലുമൊക്കെ നോക്കേണ്ടി വരും. ഈ കൊലപാതകത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ ലഭിക്കണം. അയാൾ എങ്ങോട്ട് ഓടിപ്പോയി എന്നറിയത്തില്ല. അയാൾ പോയി ഇനി വല്ല കൃത്യങ്ങളും എല്ലാം അയാൾ തന്നെ ചെയ്യുമോ എന്നും പറയാൻ ഒക്കില്ല. അയാൾ വീട്ടിൽ നിന്ന് പോലീസിൻ്റെ കാക്കി കണ്ടപ്പോഴേ ഓടിപ്പോയെന്നാണ് പറയുന്നത്. അതുവരെ അയാൾ സഹോദരിയുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും പറഞ്ഞു നിന്നു. അവർ ആ വീട്ടിൽ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൾക്കാരുമായിട്ട് വലിയ സഹകരണമൊന്നും ആ വീട്ടുകാർക്കില്ല, അയൽവക്കംകാരുമായിട്ട്. അതുകൊണ്ട് എങ്കിലും ഇവരെ എല്ലാ ദിവസവും കാണും. അതുകൊണ്ടാണ് 10-25 ദിവസമായിട്ട് അവരെ രണ്ടുപേരെയും കാണാനില്ല എന്ന് പറഞ്ഞത്. ഈ പയ്യൻ മാത്രം, ഇളയ സഹോദരൻ മാത്രം വീട്ടിലുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കൂ.